പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന ധ്വനി എന്നതായ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ കുടുംബം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാനിയ ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവജനത്തോട് ഒരുമിച്ച് പങ്കുചേരുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാനിയ കർത്തദാസന്മാരെയും ദൈവജനത്തെ ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നപ്പോൾ ദൈവം ഇന്നയോളം ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ധ്വനി എന്ന പ്രാർത്ഥന ഗ്രൂപ്പുമായിട്ട് ദീർഘവർഷങ്ങളുടെ അടുത്ത പരിചയവും ബന്ധവുമായി പാസ്റ്റർ ബെൻസൺ ഡാനിയലുമായി പുലർത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതായ പ്രാർത്ഥന ധ്വനിയുടെ സ്തോത്ര മീറ്റിങ്ങുകളിൽ പോയി പങ്കെടുക്കുവാനും ദൈവം വചനം ശുശ്രൂഷിക്കുവാനൊക്കെ അവസരങ്ങളെ ലഭിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കോവിഡ് കാലഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനാ ധ്വനിയുടെ ഫേസ്ബുക്ക് പേജിലും ദൈവവചനം ശുശ്രൂഷിപ്പാനുള്ള അവസരങ്ങളെ കർത്താവിദാസൻ എനിക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിദാസിന്റെ എല്ലാ കൂട്ടായ്മയും സ്നേഹത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവമായി കർത്താവ് കർത്തദാസന്റെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ ദൈവം ശക്തമായി അവിടുന്ന് ഉപയോഗിക്കട്ടെ. ഗുജറാത്തിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ആ ദേശത്ത് സ്തോത്രം ഷാരോൻ ഫെലോഷിപ്പിന്റെ കർത്താവിന്റെ ശുശ്രൂഷയിൽ വേലയിൽ ആയിരിക്കാനും അപ്പോൾ തന്നെ ലോകവാകമാനമായി പ്രാർത്ഥനാ ധ്വനിയുടെ പല ചാപ്റ്ററുകൾ തുറന്ന് ജനത്തെ എല്ലാം ഒരു പ്രാർത്ഥനയുടെ കൊടക്കീഴിൽ കൊണ്ടുവന്ന് ദേശങ്ങൾക്ക് വേണ്ടിയും രാജ്യങ്ങൾക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടി ഇടു നിൽക്കുവാനും പ്രാർത്ഥിപ്പാനും കർത്താവിന്റെ ദൈവദാസന് കൊടുത്തിരിക്കുന്ന നിയോഗത്തിനും ആത്മനിയോഗത്തിനും ആത്മഭാരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മഹത്തായ പ്രാർത്ഥിപ്പാൻ ജനത്തെ ഒരുമിച്ച് കൂട്ടിവരുത്തുക എന്ന് പറയുന്നത് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനത്തെ ഒരുമിച്ച് കൂട്ടിവരുത്തുക എന്നുള്ളത് കാല അനുസൃതമായുള്ള മാറ്റങ്ങളുടെ നടുവിൽ ലോകത്തുള്ള ജനത്തെ എല്ലാം ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയ്ക്കായി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലോ നമ്മുടെ ദേശത്തിന്റെ രാജ്യത്തിന്റെ അനേക ദൈവജനത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവിന്റെ ഒരു നിയോഗത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത നിയോഗത്തെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുയേശുവിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ രാവിലെ കാലം നിങ്ങളുമായി ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുവാൻ എനിക്ക് നിയോഗികമായ എന്നെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രേരണ നൽകിയ ഒരു തിരുവചന ഭാഗം നമുക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതായൊരു ദൈവവചന ഭാഗത്തു നിന്നുകൊണ്ടാണ് ഞാൻ അല്പസമയം ദൈവമക്കളുമായി ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 17-18 വാക്യഭാഗം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന് 17-18 വാക്യഭാഗം. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു എന്ന് നാം വായിക്കും. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഒരു നിയമം ആണ് നാം ആ 18-ാം വാക്യത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ വചനഭാഗം. ദൈവം തന്റെ ഭക്തന്മാരുമായിട്ടൊക്കെ നിയമം ചെയ്തിട്ടുണ്ട്. നാം ആ തിരുവെഴുത്ത് ഭാഗങ്ങൾ വായിക്കുന്ന സ്തോത്രം ദൈവത്തിന്റെ ജനത്തിന് ഞാൻ അത് വിശദീകരിക്കുന്നതിനേക്കാൾ ഉപരി അറിയാൻ കഴിയുന്ന ദൈവമക്കളാണ്. സ്തോത്രം. ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്തു, മഴവിൽ ഒരു അടയാളമായി. അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു, പരിച്ഛേദന ഒരു അടയാളമായി. ഇസ്രായേൽ ജനത്തോട് ദൈവം ഒരു നിയമം ചെയ്തു. മോശ യാഗമൃഗത്തിന്റെ രക്തം തന്റെ ജനത്തിന്മേൽ തളിച്ച് ഇസ്രായേലും ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്ത ഭാഗം നാം പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്.
ദാവീദുമായി ദൈവം ഉടമ്പടി ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. ആമേൻ. അങ്ങനെ ദൈവം തന്റെ ഭക്തന്മാരുമായി മോശയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവം തന്റെ ഭക്തന്മാരുമായി ചെയ്തിട്ടുള്ള ഉടമ്പടികളെ കവനന്റ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-18 വാക്യങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ അന്ന് ദൈവം അബ്രഹാമായി ഒരു നിയമം ചെയ്ത ഒരു ഭാഗമാണ് നാം വായിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം. ആ 15-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന വേദഭാഗങ്ങൾ സ്തോത്രം ദൈവജനത്തിന് അതിനെക്കുറിച്ച് പരിചയമുണ്ട്. ഹല്ലേലൂയ. ആ 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് 2 വാഗ്ദത്തങ്ങൾ നൽകുവാനിടയായി തീരുന്നുണ്ട്. അബ്രഹാം ദൈവത്തോട് 2 ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി തീരുന്നു. അധ്യായത്തിൽ ആദ്യമുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ദൈവം അബ്രഹാമിനോട് 2 വാഗ്ദത്തം ചെയ്യുന്നതും 2 ചോദ്യങ്ങൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നതുമായിട്ടാണ് വായിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം ഈ വാഗ്ദത്തം ചെയ്യുവാൻ 15-ാം അധ്യായത്തിൽ ഇടയാകുന്നത് 14-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ദൈവിക ദർശനത്തിന് നടുവിൽ അബ്രഹാമിനോട് ദൈവം ഇടപെടുമ്പോൾ പറയുന്ന ഭാഗം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്നതാണ്. ഞാൻ നിന്റെ പരിചയം ഒരു യുദ്ധങ്ങളുടെ നടുവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പരിചയം. 14-ാം അധ്യായത്തിൽ അബ്രഹാം ഒരു യുദ്ധം നടന്നു. 5 രാജാക്കന്മാരും 4 രാജാക്കന്മാരും അങ്ങനെ ചേർന്ന് ഒരു 2 കൂട്ടമായി ഒരു നല്ലൊരു യുദ്ധം നടന്ന ഭാഗം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആ സോദോമിലെ ഗോമോറിലെ രാജാക്കന്മാരെ 4 രാജാക്കന്മാർ തോൽപ്പിച്ചപ്പോൾ സോദോമിൽ പാർത്തിരുന്ന അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്തിനെയും അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും എല്ലാം അവൻ അപഹരിച്ചു കൊണ്ടുപോയി. ഇതറിഞ്ഞ അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി പോയി ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും അവന്റെ സമ്പത്തിനെയൊക്കെ മടക്കിക്കൊണ്ടുവരുന്ന ഭാഗം വായിക്കുന്നു. വഴിയിൽ വെച്ച് സോദോം രാജാവ് അബ്രഹാമിനെ എതിരേൽക്കുന്നുണ്ട്. സമ്പത്തൊക്കെ നീ എടുത്തുകൊള്ളാൻ പറയുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, എനിക്ക് സമ്പത്തൊന്നും വേണ്ട, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കേണ്ടതിന് ഒരു ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അബ്രഹാം സോദോം രാജാവ് കൊടുക്കുന്ന സമ്പത്തിനെ ഉപേക്ഷിച്ച് കളയുന്നു. ഈ ഒരു പശ്ചാത്തലത്തിന്റെ നടുവിൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൽ ഒരു രാജാവ് തന്നെ സമ്പന്നനാക്കാമെന്ന് പറയുമ്പോൾ അത് ഉപേക്ഷിച്ചതായ അബ്രഹാമിന്റെ ജീവിതത്തിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകും. കാരണം 14-ാം അധ്യായത്തിൽ മാനുഷ്യമായ പ്രതിഫലത്തെ അബ്രഹാം ഉപേക്ഷിച്ചു. അതാണ് സോദോമിനോട് രാജാവിനോട് അബ്രഹാം പറഞ്ഞു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ്. 318 അഭ്യാസികളുമായിട്ട് കടന്നുപോയി യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ പിറ്റേ അടുത്ത ഭാഗത്ത് വായിക്കുന്നത് ഞാൻ നിന്റെ പരിചയമായിരിക്കുന്നു എന്നതാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അതിമഹത്തായ പ്രതിഫലവുമായി ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന യുദ്ധങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഒരു ഷീൽഡായി, ഒരു മറവിടമായി, ഒരു പരിചയമായി അബ്രഹാമിനോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ളതായി ദൈവം സംസാരിക്കുകയാണ്. പക്ഷേ അബ്രഹാമിനോട് ദൈവം ഇത് പറയുമ്പോൾ അബ്രഹാമിന് ദൈവത്തോടുള്ളതായ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം നാം വായിക്കാൻ കഴിയുന്നത് 2-ാം വാക്യത്തിലാണ്. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ, എന്റെ അവകാശി ദമേശ്കേരനായ എലിയാസർ അത്രേ എന്ന് അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു ചോദ്യമാണ്. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. സ്തോത്രം. ആ ചോദ്യത്തിന്റെ നടുവിൽ ദൈവത്തിന് സംസാരിപ്പാൻ കഴിഞ്ഞത്, നിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന മകനാണ് നിന്റെ അവകാശി എന്നതാണ്. അബ്രഹാമിനെ ദൈവം കൂടാരത്തിൽ നിന്ന് പുറത്തിറക്കി ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ രാത്രിയിൽ അബ്രഹാം ആകാശത്തേക്ക് നോക്കുമ്പോൾ അനേക കോടി കോടി നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടി വെച്ച നക്ഷത്രങ്ങൾ അവിടെ കൊണ്ട്
ആമേൻ, നീ അത് എണ്ണാൻ പറയുമ്പോൾ ഈ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ നൽകിത്തരും പറഞ്ഞപ്പോൾ ആമേൻ, ആ വാഗ്ദത്തം, ഒന്നാമത്തെ വാഗ്ദത്തങ്ങളുടെ നടുവിൽ അബ്രഹാം അത് വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. രണ്ടാമത് അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം നാം ദൈവവചനത്തിൽ വായിക്കുന്ന ഭാഗം, അവന് ദേശം അവകാശമായി കൊടുക്കും എന്നതാണ്. സ്തോത്രം. ആമേൻ. അത് നാം വായിപ്പാൻ കഴിയുന്നത് 7-ാമത്തെ വാക്യത്തിലാണ്. പിന്നെ അവനോട്, ദേശത്തെ ഞാൻ നിനക്ക് അവകാശമായി തരുവാൻ കാൽക്കരുടെ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അബ്രഹാമിന് 2 വാഗ്ദത്തം ആ 15-ാം അധ്യായത്തിൽ ദൈവം നൽകി. അവൻ ഒന്ന് സന്തതിയെ കുറിച്ചുള്ള വാഗ്ദത്തം നൽകി. രണ്ടാമത്തെ വാഗ്ദത്തം, ഒന്നാമത്തെ വാഗ്ദത്തങ്ങളുടെ നടുവിൽ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. രണ്ടാമത്തെ വാഗ്ദത്തം ദൈവം നൽകി, ദേശത്തെ ഞാൻ നിനക്ക് അവകാശമായി തരും. അത് പറഞ്ഞപ്പോൾ ദൈവത്തോട് രണ്ടാമത്തെ ചോദ്യം, അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ് 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ അതിനെ അവകാശമാക്കുമുള്ളത് എനിക്ക് എന്തിനാൽ അറിയാം എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പോൾ 2 ചോദ്യങ്ങൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയും 2 വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിനോട് ദൈവം ചെയ്യുകയും ചെയ്തു. സ്തോത്രം. ഒന്നാമത്തെ വാഗ്ദത്ത സന്തതിക്ക് ദൈവം നൽകിയത് ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും എന്നതാണ്. ദേശത്തെ ഞാൻ നിനക്ക് അവകാശമായി തരും എന്ന് പറയുമ്പോൾ എന്തിനാൽ എനിക്കതറിയാം എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാമും ദൈവവുമായി ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് നമ്മുടെ ചിന്തയ്ക്കായി നാം വായിച്ചിട്ടുള്ളതായ ദൈവത്തിന്റെ വചനഭാഗം. സ്തോത്രം. അതൊരു യാഗമല്ല, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ഒരു യാഗമായിട്ടല്ല നാം അത് വചനത്തിൽ വായിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. സ്തോത്രം. ന്യായപ്രമാണം, എഴുതപ്പെട്ട ഒരു ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിന് നടുവിൽ അന്നത്തെ നടപ്പനുസരിച്ചുള്ളതായ 2 വ്യക്തികൾ തമ്മിൽ ചെയ്യുന്ന ഒരു നിയമത്തിന്റെ ഒരു അടയാളമായിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ നടക്കുവാനിടയായിത്തീരുന്നത്. ദൈവം ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഭാഗം നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. 3 വയസ്സുള്ള പശുക്കിടാവിനെയും കോലാട്ട് കൊറ്റനെയും ആട്ടുകൊറ്റനെയും പ്രാവും കുഞ്ഞുങ്ങളെയും കുറുപ്രാവിനെയും കൊണ്ടുവരുവാനും അത് നടുവേ പിളർന്ന് ദൈവസന്നിധാനത്തിൽ ആ ഉടമ്പടി ചെയ്യുവാൻ പറയുന്ന ഒരു ഭാഗം. സ്തോത്രം. അങ്ങനെ അബ്രഹാം ദൈവസന്നിധാനത്തിൽ ഈ 3 വയസ്സുള്ള മൃഗങ്ങളെയും കൊണ്ടുവന്ന് അത് നടുവേ പിളർന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. സ്തോത്രം. പ്രാവും കുഞ്ഞുങ്ങളെയോ കുറുപ്രാവിനെയോ അവൻ നെടുവേ പിളർന്നില്ല എന്നും കൂടി വചനത്തിൽ വായിക്കുന്നുണ്ട്. ഉടനെ റാഞ്ചൻ പക്ഷികൾ അവിടെ ഇറങ്ങി എന്ന് നാം വായിക്കുന്നു. കാരണം റാഞ്ചൻ പക്ഷികൾ ഇറങ്ങുമ്പോൾ അവിടെ നാം ആത്മീയമായി മനസ്സിലാക്കേണ്ട ഒരു ശബ്ദമുണ്ട്. ഈ ഉടമ്പടി നടക്കരുത് എന്നതാണ് പ്രതികൂലമായി നിൽക്കുന്ന പൈശാചിക ശക്തികൾ ആഗ്രഹിക്കുന്ന കാര്യം. ഉടമ്പടി നടക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ആ ഉടമ്പടിയെ അലക്ഷ്യമാക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി, ആ ഉടമ്പടി നടക്കാതിരിക്കേണ്ടതിന് വേണ്ടി റാഞ്ചൻ പക്ഷികൾ അവിടെ ഇറങ്ങി. പക്ഷേ അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. സ്തോത്രം. ഇവിടെ നടക്കുന്ന ഈ ഉടമ്പടി മൃഗങ്ങളെ നടുവെ പിളർന്ന് ദൈവസന്നിധാനത്തിൽ ആ ഉടമ്പടി ചെയ്യുമ്പോൾ 2ആയി പിളർന്ന് വെച്ചിരിക്കുന്നതായ മൃഗത്തിന്റെ ആ ഉടലുകളുടെ നടുവിൽ കൂടി ഉടമ്പടി ചെയ്യുന്ന 2 വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഉടമ്പടി ചെയ്ത് അവർ ആ കരാറിൽ ഏർപ്പെടുന്നത്. അത് രക്തത്തിന്റെ ഒരു ഉടമ്പടിയായിട്ടാണ് കാണുന്നത്. നെടുവെ പിളർന്നു വെച്ചിരിക്കുന്നതായ ഉടലുകളുടെ നടുവിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി ചെയ്യുന്ന 2 വ്യക്തികൾ തമ്മിൽ നടന്നു പോകുമ്പോൾ ആ രക്തത്തിന്റെ നടുവിൽ കൂടിയാണ് അവർ പോകുന്നത്. ഒരു രക്തത്തിന്റെ ഉടമ്പടിയാണ്. അങ്ങനെ ഉടമ്പടി ചെയ്യുന്ന 2 വ്യക്തികൾ ഒരു ഉടമ്പടി ചെയ്യുന്നത് കഴിയുമ്പോൾ ആ ഉടമ്പടിയിൽ നിന്ന് ആർക്കും മാറാൻ പാടില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ നമ്മൾ വചനം വായിക്കാൻ കഴിയുന്നുണ്ട്. ആ ഉടമ്പടി മാറുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളെ ഉടലുകളായി 2 വശമായി പിളർന്നതുപോലെ അങ്ങനെ ആ വ്യക്തികളെ പിളർക്കുമെന്നാണ് ആ ഉടമ്പടിയുടെ വ്യവസ്ഥ എന്നുള്ളത്. നാം ആ തിരുവചനം വായിക്കാൻ നമുക്ക് കഴിയുന്നത്
യിരെമ്യാ പ്രവചനം 34 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 18, 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഒരു ഉടമ്പടിയുടെ കരാറ് വ്യവസ്ഥയുടെ ലംഘനത്തിന് നടുവിൽ ദൈവം അത് യിരെമ്യാവിൽ കൂടി സംസാരിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 34 അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങളുടെ നടുവിൽ ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നും കൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിന്റെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും എന്നതാണ്. സ്തോത്രം. അപ്പോൾ ആ കാളുകളുടെ പിളർപ്പുകളുടെ നടുവിൽ കടന്നുപോയി ദൈവസന്നിധാനത്തിൽ ചെയ്ത നിയമം ലംഘിച്ചിരിക്കുന്നവരെ അതുപോലെ തന്നെ ദൈവം ശിക്ഷിക്കും എന്നതാണ് ആ തിരുവെഴുത്തിലെ ഭാഗങ്ങൾ നാം വായിച്ചു വരുമ്പോൾ വായിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഉള്ള ഒരു ഉടമ്പടിയാണ് അബ്രഹാം ദൈവവും തമ്മിൽ ചെയ്യുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. അപ്പോൾ ഇത് ചെറിയ സംഗതിയല്ല. സ്തോത്രം. നാം ദൈവത്തിന്റെ വചനം എന്നോട് കൂടെ ചിന്തിക്കുന്നെന്ന് ഞാൻ കരുതുന്നു. അബ്രഹാം ദൈവത്തോട് 2 വാഗ്ദത്തം പറഞ്ഞു. അബ്രഹാം ദൈവത്തോട് 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, അവൻ അതിൽ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. രണ്ടാമത് ദൈവമായി വാഗ്ദത്തം ചെയ്തു, ഞാൻ ദേശത്തെ നിനക്ക് അവകാശമായി തരും. അത് അവന് വിശ്വസിക്കാൻ കഴിയാതെ പോയപ്പോൾ നീ എനിക്ക് അത് ഏതിനാൽ അറിയാം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിലാണ് ദൈവം ഈ ഉടമ്പടി ചെയ്യിപ്പിക്കുന്നത്. സ്തോത്രം. ഈ ഉടമ്പടി ചെയ്യിക്കുമ്പോൾ സ്തോത്രം, ഉടമ്പടി പ്രകാരം ദൈവവും അബ്രാഹാമും ഇതിന്റെ നടുവിൽ കൂടി നടക്കുവാനിടയായി തീരണം. പക്ഷേ ഈ ഉടമ്പടി നടക്കുന്ന സമയത്ത് അവിടെ അബ്രഹാം ദൈവവുമായി ഉടമ്പടിയുടെ നടുവിൽ ആ ഉടമ്പടിയുടെ പൂർത്തീകരണം നടക്കാതെ വരുന്നതായ ഒരു സമയമുണ്ട്. ആ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വരികയും അതിനെ അബ്രഹാം ആട്ടിക്കളയുകയും ചെയ്തു. അടുത്ത വാക്യത്തിൽ 11-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു പകൽ മുഴുവനും കഴിഞ്ഞു എന്നതാണ്. 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം വചനം വായിക്കുമ്പോൾ അബ്രഹാമിന് ദർശനത്തിൽ ദൈവം ഇടപെട്ടാണ് ദൈവം സംസാരിക്കുകയും കൂടാരത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് നോക്കുവാനും നക്ഷത്രങ്ങളെ എണ്ണുവാനും പറയുന്നത്. നക്ഷത്രങ്ങളെ ആകാശത്ത് നോക്കി എണ്ണണമെങ്കിൽ അത് രാത്രി സമയത്തെ കഴിയുകയുള്ളൂ. അതൊരു പ്രഭാതയാമമായിരിക്കാം, എന്നാലും ഇരുട്ടുള്ള ഒരു സമയമാണ്. സ്തോത്രം. പക്ഷേ കാളകളെ പിളർന്ന് മൃഗങ്ങളെ പിളർന്ന് സ്തോത്രം ഉടമ്പടി ചെയ്യുന്ന സമയത്ത് നാം വചനം വായിക്കുമ്പോൾ ആ ഉടമ്പടിയുടെ നടുവിൽ കൂടി അബ്രഹാമും ദൈവവും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടുവെ നടന്നുകൊണ്ട് ഉടമ്പടി ചെയ്യേണ്ട സമയമായിരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്നു. സ്തോത്രം. ഇരുട്ടാകുന്നു. ഭീതിയും അന്ധമസ്സും അബ്രഹാമിന്റെ മേൽ വീണു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. അവന് ഒരു പകൽ മുഴുവനും അവിടെ സമയം ചെലവഴിക്കുകയാണ് ദൈവമായിട്ട്. പക്ഷെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പൂർത്തീകരണം അതുവരെ അവിടെ നടന്നില്ല എന്നാണ് നാം വചനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് ക്ഷീണം തോന്നി, ഭാരം തോന്നി, ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. ഭീതി അവനെ അലട്ടി. സ്തോത്രം. റാഞ്ചൻ പക്ഷികൾ ഈ ഉടമ്പടി നടക്കാതിരിക്കേണ്ടതിന് വേണ്ടി അവിടേക്ക് ഇറങ്ങി വന്ന സന്ദർഭം ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ളതായ ഭീതികരമായ ഒരവസ്ഥയിൽ കൂടി അബ്രഹാം അവിടെ കടന്നുപോയപ്പോഴാണ് നാം കുറിവാക്യമായി വായിച്ച 17-ഉം 18-ഉം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വായിക്കാൻ കഴിഞ്ഞ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. 17-ഉം 18-ഉം വാക്യം അവിടെ വായിക്കുന്നു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള. അവിടെ വായിക്കുന്നു, ജ്വലിക്കുന്ന അതിന്റെ ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്ത കടന്നുപോയി. അന്ന് അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു എന്നതാണ്. സ്തോത്രം. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി. സ്തോത്രം. അബ്രഹാമിന് ഒരു ഭീതി വന്നു, ഭയം വന്നു. അവന്റെ ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ആ രാത്രിയുടെ യാമത്തിൽ ഇരുട്ടായ ശേഷം ഒരു ജ്വലിക്കുന്ന പന്തവുമായി പുകയുന്ന തീച്ചു
തീച്ചൂളയുടെ നടുവിൽ കൂടി ദൈവം ഇറങ്ങി വന്ന ഒരു സമയമാണ് അത്. സ്തോത്രം. ആമേൻ. ദൈവം ഇറങ്ങി വരുമ്പോൾ സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആമേൻ സ്തോത്രം എഴുന്നള്ളിപ്പിന്റെ ഭയങ്കരത്വം നാം വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹോരേബിൽ ദൈവം ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഭയങ്കരത്വം നാം വായിക്കുന്നുണ്ട്. അവൻ തീച്ചൂളയുടെ നടുവിൽ കൂടി ആമേൻ ഇറങ്ങി വന്ന ദൈവത്തെ കുറിച്ച് നാം വായിക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. അബ്രഹാം ഈ മൃഗങ്ങളെ ഉടലുകൾ രണ്ടായി പിളർന്നു വെച്ച് ആമേൻ ഒരു പകൽ മുഴുവനുമായി ഭീതിയോടെ ആമേൻ താൻ ആയിരിക്കുമ്പോൾ ആ രാത്രിയുടെ സമയത്ത് സ്തോത്രം ആമേൻ ജ്വലിക്കുന്ന പന്തവുമായി ആ ഉടലുകളുടെ നടുവേ ആമേൻ അബ്രഹാമിന്റെ ആ ഉടമ്പടിയുടെ നടുവിൽ കൂടി കടന്നുപോയി എന്ന് നാം വായിക്കാൻ കഴിയുന്നു. സ്തോത്രം. അന്ന് ദൈവം അബ്രഹാമായി ഒരു നിയമം ചെയ്തു എന്ന് നാം വചനത്തിൽ വായിക്കാൻ കഴിയുന്നല്ലോ. സ്തോത്രം. ആ ഉടമ്പടിയുടെ കൂടി അബ്രഹാമിന് നടക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അത് സാധിക്കാതെ പോയാൽ ആ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അബ്രഹാം അതുപോലെ പിളർക്കപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്രം. പക്ഷേ അബ്രഹാമിന് വേണ്ടി ദൈവം ഒരു നിയമം ചെയ്തപ്പോൾ ആമേൻ ആ നിയമത്തില് ദൈവം പറഞ്ഞതിന് ആമേൻ ഉറപ്പും സ്തോത്രം ആണയോടുകൂടിയ ഒരു ഉറപ്പാണ് നൽകുവാനിടയായി തീരുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ ഈ പ്രഭാത യാമത്തിൽ ദൈവമക്കളോട് ദൈവത്തിന്റെ ജനത്തോട് എനിക്ക് ഈ രാവിലെ കാലം നൽകുവാനുള്ള ഒരു സന്ദേശമുണ്ട്. ആമേൻ സ്തോത്രം. അബ്രഹാമിന്റെ ആമേൻ ഉടമ്പടിയുടെ നടുവിൽ ആ ആമേൻ മൃഗങ്ങളുടെ ഉടലുകളുടെ നടുവിൽ കൂടി ഒരു രക്ത ഉടമ്പടി ദൈവം ചെയ്ത് ഒരിക്കലും മാറിപ്പോകാത്തവനാണ് ഞാൻ നിന്നെ വിളിച്ച ദൈവമെന്ന് പറയുമ്പോൾ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നത്. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. സ്തോത്രം. അവൻ സ്തോത്ര കാൽവരി ക്രൂശിൽ തന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്കായി രണ്ടായി കീറിയപ്പോൾ ആമേൻ സ്തോത്രം ആ ശരീരം ആമേൻ വിഭജിക്കപ്പെട്ടപ്പോൾ ആ ശരീരം തകർന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുമായി മാളിക മുറിയിൽ വെച്ച് കർത്താവ് ആമേൻ സ്തോത്ര പെസഹ ആചരിക്കുന്ന സമയത്ത് ആമേൻ വീഞ്ഞെടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ഈ ആമേൻ സ്തോത്രം നിങ്ങൾ ഇത് വാങ്ങിക്കൊടുപ്പീൻ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു ഇത്. സ്തോത്രം. ദൈവം ഒരു പുതിയ നിയമം തന്റെ ജനവുമായി ദൈവം ചെയ്തു. ആമേൻ സ്തോത്രം. അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തപ്പോൾ ആ ജ്വലിക്കുന്ന പന്തവുമായി അതിന്റെ നടുവിൽ കൂടി കടന്നുപോയപ്പോൾ അബ്രഹാമെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഞാൻ മാറിപ്പോകുന്ന ദൈവമല്ല. അതിനൊരു തെളിവായിട്ടാണ് ദൈവം കൊടുത്തെങ്കിൽ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പിളർക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. ദേഹം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി കീറിയപ്പോൾ സ്തോത്ര വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധൈര്യമായി ലഭിച്ചപ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുമ്പോൾ ആമേൻ ഒരിക്കലും മാറിപ്പോകാത്തതായ ഒരിക്കലും നീങ്ങിപ്പോകാത്തതായ ഒരു വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയിലേക്കാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ ആമേൻ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന് ഈ പ്രഭാതത്തില് എനിക്ക് നൽകുമുള്ള ആത്മാവിന്റെ നിയോഗത്തോടുള്ള ദൈവ ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ നമ്മോട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഈ 2025 അവൻ ആരംഭ മാസം മുതൽ ഈ ഡിസംബർ മാസം വരെ നോക്കിയിരുന്നിട്ട് അവൻ എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ ഉടമ്പടികളുടെ ശബ്ദത്തിന് ഇന്നും എനിക്കത് നിവർത്തിപ്പാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കത് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പുലർക്കപ്പെട്ട പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമ്മോട് അരുളി ചെയ്തത് അവന്റെ ആലോചനകൾ മാറിപ്പോകാത്തതാണ്, അവന്റെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകാത്തതാണ്. അവൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്തോത്രം. അതുകൊണ്ട് നമ്മോട് അരുളി ചെയ്തവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ പിളർക്കപ്പെട്ട് നമുക്ക് വേണ്ടി പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി നമ്മോട് നിയമം ചെയ്തിരിക്കുന്ന കർത്താവ് നമ്മിൽ നിന്ന് മാറിപ്പോകുന്നവനല്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ നമ്മുടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ കാലം ആ ദൈവ ശബ്ദം നമ്മെ ശക്തീകരിക്കട്ടെ. ആ ദൈവ ശബ്ദം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. എന്നെ കൂടെ നിയമം ചെയ്ത നിയമത്തിന്റെ കർത്താവ്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ കർത്താവായിരിക്കാൻ അവൻ മാറിപ്പോകാത്തവനാണ്. അവന്റെ പാദമെടുത്ത് നമുക്ക് പിന്നെയും ആയിരിക്കാൻ ദൈവം നമ്മുടെ മേൽ കൃപ നൽകി. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. 17-18 വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ആ പിളർക്കപ്പെട്ട ഉടലുകളുടെ നടുവിൽ കൂടി സ്തോത്രം ജ്വലിക്കുന്ന പന്തവുമായി ദൈവം നടന്നുപോയി എന്നതാണ് സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന് അതിന്റെ നടുവിൽ കൂടി കടന്നു പോകുവാൻ കഴിയാതെ പോയപ്പോൾ അബ്രഹാമിന് വേണ്ടി ദൈവം ആ ഉടലുകളുടെ നടുവിൽ കൂടി നടന്നു എന്നതാണ് സ്തോത്രം. അവിടെ ദൈവസന്നിധാനത്തിൽ ഓർക്കുക, നമുക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നതാണ് സ്തോത്രം. അബ്രഹാമിന് ആ ഉടലുകൾ പിളർന്നവൻ നിൽക്കുമ്പോൾ അവൻ അതിനാൽ കൂടി നടന്നു പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ കാരണം ഭീതിയും അന്ധതമസ്സും അവനെ അലട്ടിയിരുന്നു. സ്തോത്രം. ഭയം അവനെ അലട്ടിയിരുന്നു. പക്ഷേ സ്തോത്രം, അബ്രഹാം അവിടെ ഭയത്തോടെ നിൽക്കുമ്പോൾ ജ്വലിക്കുന്ന പന്തവുമായി സ്തോത്രം ഹല്ലേലൂയ അതിന്റെ നടുവിൽ കൂടി കടന്നു പോയപ്പോൾ, അബ്രഹാമേ, നിനക്ക് നടക്കുവാൻ കഴിയാത്തടത്തുകൂടി എനിക്ക് നടക്കുവാൻ കഴിയും. സ്തോത്രം. നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയാത്തത് എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവത്തോട് ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന്, എനിക്കത് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് അബ്രഹാമിന്റെ ജീവിതത്തിന് മുമ്പിൽ കൂടി ആ ജ്വലിക്കുന്ന പന്തവുമായി അതിന്റെ നടുവിൽ കൂടി കടന്നുപോയപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സകലതും ദൈവത്തിന് സാധ്യമായിരിക്കുന്നു എന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സാധിക്കാൻ കഴിയാത്തത് സ്തോത്രം നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നമുക്ക് വേണ്ടി കർത്താവ് ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന നമ്മോട് നിയമം ചെയ്ത കർത്താവ് നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ, നമുക്ക് സാധിക്കുവാൻ കഴിയാത്തതിനെ ചെയ്യിക്കുവാൻ പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുവാൻ ഇടയാകുന്നത്. ആ തിരുകൃപയുടെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ നമ്മോട് മുന്നോട്ടുള്ള നമ്മുടെ ഗമനങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. ആ ജ്വലിക്കുന്ന പന്തവുമായി ദൈവം അതിന്റെ നടുവിൽ കൂടി നടക്കുമ്പോൾ സ്തോത്രം തിരുവഴുത്തുകളുടെ നടുവിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്, മൃഗങ്ങളെ ഉടലുകൾ പിളർന്ന് അവിടെ വെച്ചിരിക്കുമ്പോൾ ജ്വലിക്കുന്ന പന്തവുമായി ആ തീയുടെ നടുവിൽ അനുഭവമായിട്ടാണ് ദൈവം അതിൽ കൂടി കടക്കുന്നത്. സ്തോത്രം. അത് ഒരു യാഗമായി അവിടെ പരിഗണിച്ചു. സ്തോത്രം. ആ തീയുടെ നടുവിൽ ആ യാഗം മൃഗമായി ദഹിക്കപ്പെടുന്നത് പോലെ സ്തോത്രം. ഹല്ലേലൂയ. ആ ഉടലുകൾ പിളർന്ന് വെച്ചിരിക്കുന്ന, രണ്ടായി പിളർന്നു വെച്ചിരിക്കുന്ന ആ മൃഗങ്ങൾ ആ ജ്വലിക്കുന്ന തീയുടെ നടുവിൽ കൂടി സ്തോത്രം ദഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അത് ദൈവത്തിനൊരു സൗരഭ്യവാസനയായ അനുഭവങ്ങളായി ദൈവത്തിനെ മാറ്റുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോട് നിയമം ചെയ്ത, അബ്രഹാമിനോട് നിയമം ചെയ്ത, ഇസാക്കിനോട് നിയമം ചെയ്ത, യാക്കോബിനോട് നിയമം ചെയ്ത, നോഹയോട് നിയമം ചെയ്ത, മോശയോട് നിയമം ചെയ്ത, ഇസ്രായേലോട് നിയമം ചെയ്തതായ ദാവീദിനോട് നിയമം ചെയ്ത, പഴയ നിയമഭക്തന്മാരോട് നിയമം ചെയ്ത ദൈവം നമ്മോട് ഒരു നിയമം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിന് മധ്യസ്ഥനായിരിക്കുന്ന കർത്താവിന് നമ്മോടൊരു നിയമമുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള നിയമമായിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖനത്തിൽ നാം വചനം വായിക്കുന്നത്. സ്തോത്രം. ആ വചനം നാം വായിക്കുന്നത്, ആ വാക്യം ഞാനൊന്ന് വായിക്കാം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ആ തിരുവെഴുത്ത് ഭാഗം നാം വചനം വായിക്കാൻ കഴിയുന്ന ആ തിരുവെഴുത്ത് വാക്യം. സ്തോത്രം. അവിടെ തിരുവെഴുത്തുകളിലേക്ക് നാം വായിക്കുമ്പോൾ 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ഇതാ ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം. സ്തോത്രം. അത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയായിരുന്നു, നിയമമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉടമ്പടിയിൽ അവൻ തന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് നമ്മോട് ഉടമ്പടി ചെയ്ത കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടെ സേവിപ്പാൻ ദൈവകൃപ നൽകട്ടെ. സമയം അവസാനിക്കുന്നത് കൊണ്ട് ആ 15-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ
ആമേൻ അവിടെ സംസാരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. സ്തോത്രം. നാം വായിച്ച 15, 17, 18 വാക്യത്തിന്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ല ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശത്തെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുന്നുമെന്നും നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. സ്തോത്രം. ദമേശ്കരനായ എലിയാസറത്രേ എന്റെ അവകാശി എന്ന് അബ്രഹാം ദൈവത്തോട് പറയുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുക്കാനുള്ളതായ ഉത്തരം ഇതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 4 തലമുറ വരെയുള്ള വാഗ്ദത്തത്തെ കുറിച്ചാണ് ദൈവം സംസാരിച്ചത്. സ്തോത്രം. അബ്രഹാമിന്റെ ഉദരത്തിൽ ജനിക്കുന്ന പുത്രനെ കുറിച്ച് മാത്രമല്ല, സ്തോത്രം, അടുത്ത 4 തലമുറയെ കുറിച്ചുള്ളതായ അവമേ കാലഘട്ടത്തെ ദൈവം സംസാരിച്ചു. സ്തോത്രം. ഈ രാവിലെ കാല ദൈവസന്നിധാനത്തിൽ ഓർക്കുക, ആമേ സ്തോത്രം, ദൈവത്തിന് നമ്മോടുള്ള ഉടമ്പടിയുടെ നിവർത്തി നമ്മുടെ തലമുറകൾ മാത്രമല്ല, അത് തലമുറയായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവം അനാദിയും ശാശ്വതമായ ദൈവമായിരിക്കുകയാൽ. സ്തോത്രം. ആമേൻ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് തലമുറയായി അവൻ നമ്മുടെ ദൈവമായിരിക്കുകയാൽ ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ആമേൻ. സ്തോത്രം. അബ്രഹാമിനോട് ചെയ്ത നിയമത്തിന്റെ ഉടമ്പടിയേക്കാൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന ആമേൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പുണ്യാഹരക്തത്തിന്റെ അടുക്കിലേക്കാണ് നാം വന്നത്. ആമേൻ. സ്തോത്രം. നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമ്പടിയുടെ മക്കളായി നാം ദൈവത്തെ സേവിക്കുമ്പോൾ കർത്താവിനോട് തിരുമുഖയുടെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. അബ്രഹാമിനോട് ദൈവം ഒരിക്കലും മാറിപ്പോകാത്ത ഒരു ഉടമ്പടി ചെയ്തെങ്കിൽ എന്നേക്കുമായി കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. സ്തോത്രം. അവന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. വാഗ്ദത്തങ്ങൾ നമുക്ക് ആശ്രയിക്കാം. ധൈര്യത്തോടെ നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളിൽ ദൈവത്തിന്റെ ആയുസ്സുകളുടെ നടുവിൽ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്നുള്ള വാക്കുകളോടെ എന്റെ വചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. സ്തോത്രം. ഇപ്രകാരം അവസരങ്ങൾ നൽകി തന്നതായ കർത്താവ് ബഹുമാനിയ ദൈവദാസൻ ബെൻസൺ ഡാനിയോടും അവന്റെ കുടുംബത്തോടും പ്രാർത്ഥന ധുരിയിലുള്ളതായ എല്ലാ ദൈവമക്കളോടും ഹായ ബോർഡ് അംഗങ്ങളോടും എല്ലാവരോടും എന്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ബിജുമോൻ പാസ്റ്ററെ. കർത്താവ്